നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് ഇപ്പോൾ വന്നിട്ട് 1-2 ദിവസമായതേ ഉള്ളൂ. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പരാതി പറയുന്നുണ്ട്. കാര്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തൊട്ടേ അവർ പറയുന്നുണ്ട് നല്ല പാടായിരുന്നു, അത് റിസൾട്ടിലും ഇപ്പൊ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പലർക്കും പ്രതീക്ഷിച്ചതിന്റെ അത്രയും, ഏകദേശം ഒരു 70% കുട്ടികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. ഇതിലിപ്പോ ഈ തവണ +2 എക്സാം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് അത് വന്നാലും കുഴപ്പമില്ല. പക്ഷേ 1, 2, 3 ഒക്കെ റിപ്പീറ്റ് ചെയ്ത കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്. കാര്യം ക്രൈറ്റീരിയക്കൊന്നും മാറ്റമില്ല. കാര്യം കട്ട് ഓഫ് റേറ്റ് നോർമലി ഉള്ള 144, അതുപോലെ തന്നെ OBC വരുന്നത് 120, അങ്ങനെ തന്നെ കട്ട് ഓഫിനൊന്നും ഒരു മാറ്റവും ഇല്ല. ആ രീതി തന്നെ ഉണ്ട്. എന്നാൽ മാർക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഇപ്പം മെറിറ്റിൽ സീറ്റിലൊക്കെ കിട്ടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് സീറ്റ് ഒരു പക്ഷെ ഇച്ചിരി കൂടുതലായിട്ട് ഒഴിവായി വരികയും ചെയ്യും. അതിന് പൈസ ഉള്ളവർ കയറി അഡ്മിഷൻ എടുക്കുകയും ചെയ്യും. പൈസ ഇല്ലാത്ത കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം അവര് നല്ലൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് നിൽക്കും. നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യം നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ അതിനകത്ത് മാറ്റവും കാര്യങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്തില് ഒരുപാട് കുട്ടികൾ കോണ്ടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം, ഈ ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ കൂടുതലും അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു, എന്നാൽ വിചാരിച്ച മാർക്കിന്റെ അത്രയും എത്തിയിട്ടില്ല, പൈസ കൊടുത്ത് പഠിക്കാൻ അല്ലെങ്കിൽ അത്രയും പൈസ മുടക്കി പഠിക്കാനുള്ള ശേഷിയില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരോട് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ഇത്രേ ഉള്ളൂ. ഇതൊരു ലോകാവസാനം അല്ലെങ്കിൽ MBBS കിട്ടിയില്ലെങ്കിൽ എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കും. എനിക്കറിയാം നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് മോണിറ്ററി വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പദവിക്ക് അപ്പുറം മോണിറ്ററി വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് മോണിറ്ററി വാല്യൂ കിട്ടുന്ന വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമല്ല, അത് നമ്മൾ വായും കൊണ്ട് ഈ പറയുന്നത് അത്ര എളുപ്പമല്ലെന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തേ പറ്റുള്ളൂ. കാര്യം നിങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരു വർഷം കൂടെ പോവാണ്. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സ്വിച്ച് ചെയ്യുക തന്നെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഡോക്ടറുടെ ഡിഗ്നിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഫിസിയോതെറാപ്പി ആ രീതിയിലോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ BOT ആ രീതിയിലോട്ട് വരും. ഫാമിലി കോഴ്സുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലാണ്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ഡിഗ്നിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ആ ലെവലിലോട്ട് വരണമെങ്കിൽ. അതെല്ലാം മോണിറ്ററി വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അലൈഡ് കോഴ്സുകൾക്ക് അല്ലെങ്കിൽ BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെന്റ് സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നോർമലി ഡോക്ടർ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരുപക്ഷെ കൂടുതൽ എമൗണ്ട് കിട്ടിയെന്നിരിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയി നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയി നിങ്ങൾക്ക് ഒരു ആവറേജ് മാർക്ക് ഉണ്ടെങ്കിലൊക്കെ ഈവൻ ചിലയിടത്തൊക്കെ നീറ്റ് ഇല്ലാതെ പഠിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. നിങ്ങൾ വീണ്ടും 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 ഈ റിപ്പീറ്റിലോട്ട് പോകുന്ന പരിപാടി ഒഴിവാക്കണം. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാര്യം വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നാളെ നിങ്ങളുടെ കരിയർ റിഫ്ലക്ട് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള വേറെ ചില ആൾക്കാരെ പറ്റിയാണ്. കാര്യം എന്ത് കോഴ്സ് എടുക്കുന്നുണ്ട്, ഈവൻ എഞ്ചിനീയറിംഗ് കോഴ്സ് നോക്കുന്നവർ ആ നീറ്റിന്റെ റിസൾട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെപ്പറ്റി ഒരു കൃത്യമായൊരു അവബോധം ഇല്ലാത്ത നല്ല ഭൂരിപക്ഷം ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് MBBSനും BDSനും അല്ലെങ്കിൽ BNYS BAMS തുടങ്ങിയ കോഴ്സുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇതാണ്. അതല്ലാതെ മറ്റു കോഴ്സുകളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ നേഴ്സിംഗ് നോക്കുന്നവരും അല്ലെ അങ്ങനെയുള്ളവരും ഒന്നും ദയവ് ചെയ്ത് ഇതിനെ വെയിറ്റ് ചെയ്ത് വീണ്ടും ഇതിനെ റിപ്പീറ്റ് പോയി ഒന്നും ഇരിക്കരുത്. പിന്നെ ഈ തവണത്തെ +2 എക്സാം കേരളത്തിൽ ഭയങ്കര സ്റ്റേറ്റ് ബോർഡ് എക്സാം നല്ല പാടായിരുന്നു. അതിന് 1-2 വർഷം പോയ കുട്ടികളും വീണ്ടും നീറ്റ് നോക്കട്ടെ അല്ലെങ്കിൽ നീറ്റിന്റെ റിസൾട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നീറ്റ് എന്ന് പറയുന്നത് വളരെ അത്ര എഫോർട്ട് എടുത്ത് നമ്മൾ പഠിക്കേണ്ടതും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ അത്രയും കഴിവില്ലെങ്കിൽ അതൊരു വലിയ തെറ്റല്ല. നിങ്ങൾക്ക് കഴിവുള്ള വേറെ പല മേഖലകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ചില സബ്ജക്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ആർട്സിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് IT മേഖലയാണ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു വിഷയം 2 വിഷയം പോയൊരു ഈ നീറ്റിനെ നോക്കിയിരിക്കുന്നത് പിന്നെ 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 റിപ്പീറ്റ് ചെയ്യുന്നത് ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അതൊരു ഒരു ഒരു ബുദ്ധിപരമായിട്ട് തീരുമാനം അല്ല. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഇത്രയ്ക്ക് മീൻസ് അതിനെപ്പറ്റി ഒരു ലോജിക്ക് പോലും ഇല്ലാതെ വീണ്ടും 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 ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്,
നീറ്റ് എന്നുള്ളത് ഇന്ന കാറ്റഗറിക്ക് പറ്റിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ അത്രയ്ക്ക് പൈസ മുടക്കുന്നവർക്കോ ഉള്ളത് മാത്രമാണ്. അതല്ലാത്തവർ ഒരു കാരണവശാലും അതിനുവേണ്ടി പോരുത്. നിങ്ങളുടെ സമയം പോകുന്നവർ നിങ്ങൾക്ക് നല്ല നല്ല ബാക്കിയുള്ള ഓപ്ഷൻസിലൂടെ ഇല്ലാതാവുകയാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്യണമെന്നെങ്കിൽ മറ്റൊരു ഓപ്ഷനിലോട്ട് നോക്കുക. ഓക്കെ, നമുക്ക് അത്രയും പൈസ മുടക്കാനില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സേഫ് ആയിട്ടുള്ള ഓപ്ഷനിലോട്ട് ചേഞ്ച് ചെയ്യുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പം ഒരു നീറ്റിന്റെ സ്കോർ ഇത്ര ആണെന്ന് എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നിങ്ങളുടെ എമൗണ്ടിന് പറ്റുന്ന രീതിയിൽ നല്ലൊരു കോഴ്സിലോട്ടോ അല്ലെങ്കിൽ അതിന് പറ്റിയ കോളേജുകളിലോട്ടോ നിങ്ങളെ എത്തിക്കാൻ എനിക്ക് പറ്റും. അത് ഹെൽപ്പ് ചെയ്യാം. മീൻസ് നിങ്ങളെ ഒരു വാല്യൂ പോലും നിങ്ങൾക്ക് താഴോട്ട് പോകാത്ത രീതിയിൽ നിങ്ങളെ ആ രീതിയിലോട്ട് എത്തിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വിച്ച് ഓണ് താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, പലർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പലരും അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്, സെല്ല് വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാലും പല കുട്ടികളും ഇപ്പൊ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഒരു ചേഞ്ച് ഉണ്ട്. അപ്പൊ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം, നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണോ വേണ്ടായോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എടുക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണ്, അതേപോലെ തന്നെ എല്ലാ രീതിയിലും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത എമൗണ്ടിന്റെ കേസിലും എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോളേജുകൾ ഏതാണ്, അതിലെങ്ങനെയൊക്കെ മൂവ് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ഒരു അപേക്ഷയായിട്ട് തന്നെ കാണുക. കാര്യം ഒരുപാട് കുട്ടികൾ, കഴിവുള്ള കുട്ടികൾ, തുഞ്ചത്ത് വന്ന് നിൽക്കുന്ന പല കുട്ടികൾക്കും അവർ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും കോച്ചിങ്ങിന് പോകും. കോച്ചിങ്ങിന് പോയി നിങ്ങൾ മുടക്കുന്ന പൈസ ഭയങ്കര കൂടുതലാണ്. അത്രയും എമൗണ്ട് നിങ്ങൾ മുടക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇത് കിട്ടുന്നതിന് അത് മെന്റൽ ട്രോമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെന്റൽ ട്രോമ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ സൂയിസൈഡ് ടെൻഡൻസി, അതേപോലെ ഒരേപോലെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പല കുട്ടികളും ഡിപ്രഷന്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പല പേരൻസിന് പോലും അറിയത്ത പോലും ഇല്ല. അവര് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മളോട് ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം കുട്ടികൾ അങ്ങനെ പല ഒരു സിറ്റുവേഷനിൽ കൂടെ ആണ് പോകുന്നത്. മാതാപിതാക്കൾ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്ത് അവരെ ഒരു ഇതിലോട്ട് വിടാതിരിക്കുക. ഇത് കിട്ടിയില്ലെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്നൊരു ധാരണ അവരിൽ നിന്ന് ഒഴിവാക്കുക. അത്രയും എഫേർട്ട് എടുത്ത് കോൺഫിഡൻസ് ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ അതിന് സ്ഥിരീഗതി കാര്യങ്ങളൊക്കെ ഉള്ളവർ ആ രീതിയിൽ മൂവ് ചെയ്യട്ടെ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഡൈവേർട്ട് ചെയ്യണം. അവരെ ഡൈവേർട്ട് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയയും കാര്യങ്ങളുമായിട്ട് ഞാൻ പേഴ്സണലി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്ത്. എല്ലാവരും നീറ്റിന് ക്വാളിഫൈ ആയി അതേപോലെ അല്ലാ പോകുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. അല്ലാത്തവരും ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ, അല്ലെങ്കിൽ ഇതേ ആസ്പിരന്റ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്തോളുക. അവരോട് സംസാരിക്കണമെങ്കിൽ അവരോട് നമുക്ക് സംസാരിക്കാം. ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. മറ്റെന്തെങ്കിലും ഏരിയയെ പറ്റിയോ വല്ല സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ പറഞ്ഞാൽ മതി. അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും ഉണ്ടാവും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.